സ്വാമി ശരണം. പ്രിയ അമൃത ടി വി പ്രേക്ഷകരെ, ഞാൻ അഡ്വക്കേറ്റ് രാജേഷ് വി ആർ, അമൃത ടെലിവിഷൻ്റെ കേരള ഹൈക്കോടതിയിലെ നിയമകാര്യ ലേഖകൻ. ഒരു സ്വാമി ശരണം പറഞ്ഞു തുടങ്ങിയത് പ്രധാനമായും പറയാനുള്ളൊരു കാര്യം തന്നെ ശബരിമല സ്വർണ്ണക്കൊള്ള. ശബരിമല സ്വർണ്ണക്കൊള്ളയിൽ ഡിവിഷൻ ബെഞ്ച് ഇപ്പോൾ അസന്നിഗ്ധമായി പറഞ്ഞിരിക്കുകയാണ്, പ്രതികൾ ആയി ജയിലിൽ കിടക്കുന്നവരെല്ലാം സ്വാഭാവിക ജാമ്യം നേടി പുറത്തിറങ്ങിയാലും അത് കേസിൻ്റെ മെറിറ്റിനെ ബാധിക്കില്ല. പ്രത്യേക അന്വേഷണ സംഘം ഹൈക്കോടതിയുടെ നിർദ്ദേശപ്രകാരം തന്നെ സമർത്ഥമായി തന്നെ ഈ കാര്യം അന്വേഷിക്കുന്നുണ്ട്. സങ്കീർണമായ ഒരു കേസായതിനാൽ സാങ്കേതികമായി ധാരാളം തെളിവുകൾ ശേഖരിക്കേണ്ടതുണ്ട്, ശാസ്ത്രീയ തെളിവുകൾ ശേഖരിക്കേണ്ടതുണ്ട്. അതുകൊണ്ട് തന്നെ പ്രതികൾക്ക് ജാമ്യം ലഭിച്ചു എന്നുള്ളത് കേസ് അന്വേഷണത്തെ യാതൊരു തരത്തിലും ബാധിക്കേണ്ടതില്ല എന്നാണ് ഡിവിഷൻ ബെഞ്ച് പറഞ്ഞിട്ടുള്ളത്. ഒരു തരത്തിൽ സിംഗിൾ ബെഞ്ചിൻ്റെ ഇടയ്ക്കിടെ ഉണ്ടായിരുന്ന ഇടപെടലുകളെ അതിനെ കൂടി കവർ ചെയ്യുന്ന രീതിയിലാണ് ഡിവിഷൻ ബെഞ്ച് ഇക്കാര്യം വ്യക്തമാക്കിയിട്ടുള്ളത്. പക്ഷേ ഒരു കാര്യം വിസ്മരിക്കാനാവില്ല, സിംഗിൾ ബെഞ്ചിൻ്റെ ഇടയ്ക്കിടെ ഉണ്ടായിരുന്ന ഇടപെടലുകൾ കൊണ്ട് മാത്രമാണ് മുൻ ദേവസ്വം ബോർഡ് അംഗമായ ശങ്കർദാസ് ആശുപത്രിയിൽ നിന്നും ജയിലിലേക്ക് പോകേണ്ടി വന്നത്. മാത്രമല്ല മറ്റ് പല പ്രതികളെയും പ്രത്യേക അന്വേഷണ സംഘത്തിന് അടിയന്തിരമായി അറസ്റ്റ് ചെയ്യേണ്ടി വന്നതും സിംഗിൾ ബെഞ്ചിൻ്റെ ഇടപെടലുകൾ കൊണ്ട് തന്നെയാണ്. ജാമ്യാപേക്ഷ പരിഗണിച്ച സിംഗിൾ ബെഞ്ച് നടത്തിയ നിർദ്ദേശങ്ങൾ നിയമപരമായി ഒരുപക്ഷെ അമിതാധികാരം ഉപയോഗിച്ചതായിട്ട് തോന്നിയേക്കാം. പക്ഷേ സുപ്രീം കോടതി പോലും അത് അംഗീകരിച്ചതുകൊണ്ട് അക്കാര്യത്തിൽ ഇനി സിംഗിൾ ബെഞ്ചിനെ കുറ്റപ്പെടുത്താൻ ആവില്ല. അങ്ങനെ സ്വർണ്ണക്കൊള്ള കേസ് സങ്കീർണമായ അന്വേഷണങ്ങളിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. അതിനു പുറമെ ഇപ്പോൾ ഡിവിഷൻ ബെഞ്ച് പറഞ്ഞിട്ടുള്ള മറ്റ് ചില കാര്യങ്ങൾ കൂടി ഇക്കൂട്ടത്തിൽ പരാമർശിക്കേണ്ടതുണ്ട്. അതിൽ പ്രധാനമായും താൽക്കാലിക ജീവനക്കാരായി ശബരിമല സീസണിൽ, പ്രത്യേകിച്ച് മകരവിളക്ക് സമയത്തും അല്ലെങ്കിൽ മണ്ഡലകാലത്തും നുഴഞ്ഞു കയറുന്ന ആളുകൾ, ഇവർ ചെയ്യുന്ന അല്ലെങ്കിൽ ഇവർ സമ്പാദിക്കുന്ന തുക ഇതെവിടെ നിന്ന് എന്നുള്ളതാണ് ഹൈക്കോടതി ഇപ്പോൾ വിജിലൻസ് ഡയറക്ടറോട് അന്വേഷിക്കാൻ നിർദ്ദേശം നൽകിയിട്ടുള്ളത്. ഇത്തരക്കാർ ബാങ്ക് വഴിയും പോസ്റ്റ് ഓഫീസ് വഴിയും അയക്കുന്ന വൻ തുകകൾ എവിടുന്ന് സമാഹരിക്കുന്നു എന്നാണ് കോടതി അന്വേഷിക്കുന്നത്. ഇവർക്ക് ലഭിക്കുന്ന താൽക്കാലിക ശമ്പളത്തേക്കാൾ എത്രയോ മടങ്ങ് അധികമാണ് ശബരിമലയിൽ നിന്നും ഇവർ സമ്പാദിക്കുന്നത്. ഈ കാര്യമാണ് കോടതി ഇപ്പോൾ അന്വേഷണ വിധേയമായി കൊണ്ടുവന്നിട്ടുള്ളത്. ശബരിമലയിലെ ക്രയവിക്രയങ്ങൾ സമ്പൂർണ്ണമായി ഡിജിറ്റലൈസ് ചെയ്യാൻ കോടതി നിർദ്ദേശം നൽകിയിട്ടുണ്ട്. 1 വർഷത്തിനുള്ളിൽ ഇത് പൂർത്തിയാക്കുവാനും നിർദ്ദേശമുണ്ട്. എങ്കിലും ഈ താൽക്കാലികക്കാർ എങ്ങനെ പണം സമ്പാദിക്കുന്നു എന്നുള്ളതിന് ഒരു അയ്യപ്പ ഭക്തനായി 10-25 കൊല്ലം മുടങ്ങാതെ ശബരിമലയിൽ പോയിട്ടുള്ള എനിക്ക് ചില നിർദ്ദേശങ്ങൾ ചൂണ്ടിക്കാണിക്കുവാനുണ്ട്. അത് നിങ്ങൾക്കൊക്കെ അറിയാവുന്ന, അല്ലെങ്കിൽ ശബരിമലയിൽ പോയിട്ടുള്ള എല്ലാവർക്കും അറിയാവുന്ന കാര്യവുമാണ്. പക്ഷേ അക്കാര്യത്തിൽ നമ്മൾ അധികം ശ്രദ്ധിച്ചിട്ടുണ്ടാവില്ല. അതുകൊണ്ടാണ് ഇക്കാര്യം ഞാൻ നിങ്ങൾക്ക് മുന്നിൽ ചൂണ്ടിക്കാണിക്കുന്നത്. നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവും, നമ്മൾ ശബരിമലയിൽ വിരിവയ്ക്കുമ്പോൾ 1 മുറി തേങ്ങ തരുമോ എന്ന് ചോദിച്ച് ചില ആൾക്കാർ നടക്കുന്നത്. സ്വാഭാവികമായും 1-2 മുറി തേങ്ങ അവർക്ക് കൊടുക്കും. ഇത്തരക്കാരൊക്കെ ശബരിമലയിൽ എത്തിയിട്ട് സമാഹരിക്കുന്ന ഈ തേങ്ങ മുറികൾ, ഇതിൻ്റെ മൂല്യം അതൊരു വലിയ വോളിയം ആകുമ്പോൾ എത്രത്തോളം വരും എന്ന് ആലോചിച്ച് നോക്കണം. അത് ഈ ധനാഗമ മാർഗത്തിൽ ഒന്ന് മാത്രമാണ് കേട്ടോ. പ്രത്യേകിച്ച് ഇതര സംസ്ഥാനങ്ങളിൽ നിന്ന് വരുന്ന 40-50 പേർ ബാച്ചായിട്ട് വരുന്ന ആളുകൾ, ഇവർ വിരിവയ്ക്കുമ്പോൾ നെയ്ത്തേങ്ങ എന്നുള്ള രീതിയിൽ ആവശ്യപ്പെടുന്ന തേങ്ങാമുറികളൊക്കെ കൊടുത്തുവിടും. ഇത് സമാഹരിക്കുന്ന വ്യക്തിക്ക് അല്ലെങ്കിൽ വ്യക്തികൾക്ക് ഒരു ദിവസം ലഭിക്കുന്ന വരുമാനം എത്രയാണെന്ന് കണക്ക് കൂട്ടാൻ പോലും പറ്റില്ല. ഇതൊരു മാർഗം. മറ്റൊരു മാർഗം നമ്മൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവും, മാളികപ്പുറത്ത് ഉരുട്ടുന്ന തേങ്ങ. ഇപ്പോൾ തേങ്ങ ഉരുട്ടൽ നിരോധിച്ചിട്ടുണ്ട്, എങ്കിൽ പോലും ഭക്തർ ഇതൊന്നും ശ്രദ്ധിക്കാറില്ല. കന്നി സ്വാമിമാർ വരുമ്പോൾ മാളികപ്പുറത്ത് തേങ്ങ ഉരുട്ടുന്ന ഒരു വഴിപാടാണ്. ഈ ഉരുട്ടുന്ന തേങ്ങകളെല്ലാം പ്രത്യേകം ടാർഗറ്റ് ചെയ്ത് പെറുക്കിക്കൊണ്ടു പോകുന്ന ചില ആളുകളുണ്ട്. ഇവർ താൽക്കാലികക്കാരായിരിക്കാം, ഏതായാലും ദേവസ്വം ബോർഡ് ജീവനക്കാരായിരിക്കണമെന്നില്ല. ഇത്തരത്തിൽ സമാഹരിക്കുന്ന തേങ്ങകൾ, നാളികേരം, ഇതിൻ്റെ ഒരു വലിയ വോളിയം, ഒരു ദിവസം എത്രയോ ഭക്തർ, 1,00,000 അടുത്ത് ഭക്തർ ശബരിമലയിൽ വരുന്നതാണ്. അപ്പോൾ എത്രയോ നാളികേരം ഇവർക്ക് സമ്പാദിക്കാൻ പറ്റുന്നുണ്ട്. ഇതെല്ലാം ഏതെങ്കിലും ഒരു മാഫിയ ഒരേ സ്ഥലത്തേക്ക് ക്രോഡീകരിച്ചാൽ അവിടെ നിന്ന് കൊണ്ടുപോകുന്ന എത്രയോ മൂല്യം ഉള്ള സാധനങ്ങളായിരിക്കും ഈ നാളികേരം മാത്രം. മറ്റൊന്ന്, മാളികപ്പുറത്തും മറ്റ് പല സ്ഥലങ്ങളിലും ഭക്തർ ഭക്തിപൂർവ്വം സമർപ്പിക്കുന്ന ചന്ദനത്തിരി, എണ്ണ, കർപ്പൂരം, ഇവയെല്ലാം ഒരിക്കലും അവിടെ ഉപയോഗിച്ച് നമ്മൾ കണ്ടിട്ടില്ല. ഇത് മുഴുവൻ വലിയ കൊട്ടയിൽ സമാഹരിച്ച് കൊണ്ടുപോകുന്നതാണ് കണ്ടിട്ടുള്ളത്. ഇതെങ്ങോട്ട് കൊണ്ടുപോകുന്നു, ഇതിന് കണക്കുണ്ടോ? ഇതെല്ലാം വേർതിരിച്ച് വീണ്ടും വിൽപ്പന നടത്തുന്ന ഒരു അവസ്ഥയിലേക്ക് വന്നാൽ എത്ര ലക്ഷം രൂപയായിരിക്കും ഈ കൂട്ടർ സമ്പാദിക്കുന്നത്. മറ്റൊന്ന്, നെയ്ത്തോണിയിൽ അടിക്കുന്ന തേങ്ങ.
പലപ്പോഴും തിരക്ക് കാരണം നെയ്യഭിഷേകം കഴിക്കാൻ പറ്റാതെ വരുന്ന ഭക്തർ, നെയ്യഭിഷേകം വരെ കാത്തു നിൽക്കാൻ പറ്റാതെ തിരിച്ചിറങ്ങുന്ന ഭക്തർ, ഇവരെല്ലാം നെയ്ത്തോണിയിൽ തേങ്ങ അടിച്ചാണ് പോകുന്നത്. ഈ നെയ്യിന് കണക്കുണ്ടോ? ആടിയ ശിഷ്ടം നെയ്യെന്ന് പറഞ്ഞ് വേറൊരു പാക്കറ്റിലാക്കി ഇത് വിൽപ്പന നടത്തി ദേവസ്വം ബോർഡ് പണം സമാഹരിക്കുന്നുണ്ട്. അതിൽ നിന്നാണ് കോടിക്കണക്കിന് രൂപ വെട്ടിച്ചു എന്നിപ്പോൾ ഓഡിറ്റ് വിഭാഗം കണ്ടെത്തിയിട്ടുള്ളത്. പക്ഷേ ഈ ആടിയ ശിഷ്ടം നെയ്യ് ഈ പാക്കറ്റിലാക്കുന്നതിനും ഈ നെയ്യ് എത്ര അവിടെ വരുന്നു എന്നുള്ളതിനും എന്തെങ്കിലും കണക്കുണ്ടോ? അല്ലെങ്കിൽ എത്ര ടൺ നെയ്യാണ് ഇങ്ങനെ വരുന്നത്? മറ്റൊന്ന്, ആടിയ ശിഷ്ടം നെയ്യെന്ന് പറഞ്ഞാൽ നെയ്ത്തോണിയിൽ അടിക്കുന്ന നെയ്യ് മാത്രമല്ല കേട്ടോ. ആടിയ ശിഷ്ടം നെയ്യുണ്ട്. നമ്മളൊരു വലിയ പാത്രത്തിൽ ശബരിമലയിൽ സന്നിധാനത്തിൽ അയ്യപ്പൻ്റെ വിഗ്രഹത്തിലൊഴിക്കാൻ നെയ്യ് കൊടുത്താലും തിരിച്ച് ലഭിക്കുന്നത് അതിൻ്റെ കാൽഭാഗം നെയ്യേ കിട്ടാറുള്ളൂ. ബാക്കി നെയ്യാണ് ആടിയ ശിഷ്ടം നെയ്യ്. മറ്റൊന്ന് നെയ്ത്തോണിയിലെ നെയ്യ്. എത്രയോ ടൺ കണക്കിന് നെയ്യാണ് കണക്കില്ലാതെ ശബരിമലയിൽ നിന്നും ചില തൽപര കക്ഷികൾ ഒരുപക്ഷെ സമാഹരിക്കുന്നത്. മറ്റൊന്ന്, അവിടെ വരുന്ന ഉണക്കലരി അല്ലെങ്കിൽ അരി. ഈ അരിയൊന്നും നമ്മൾ ശബരിമലയിലെത്തുമ്പോൾ നേരിട്ട് നേദിക്കാൻ കൊടുക്കുകയോ അതൊന്നും സാധിക്കില്ല. അവിടെ വലിയ പാത്രം വെച്ചിട്ടുണ്ടാവും. ഈ പാത്രത്തിലേക്ക് അരി ഇട്ടിട്ട് പോകണം. എങ്ങനെ പോയാലും ഒരു ഇരുമുറിയിൽ 1/2 കിലോ അരിയെങ്കിലും ഉണ്ടാവും, ഏറ്റവും കുറഞ്ഞത്. അങ്ങനെ ലക്ഷങ്ങൾ ഇരുമുറിയാണ് അവിടെ വരുന്നത്. ഇതിൽ നിന്ന് സമാഹരിക്കുന്ന അരി, ഇതെല്ലാം കൃത്യമായി ഓഡിറ്റ് ചെയ്യാൻ പറ്റുമോ? എത്ര കിലോ ഉണ്ടാവും? ഇതൊന്നും ഓഡിറ്റ് ചെയ്യാൻ പറ്റില്ല. അങ്ങനെ ഈ താൽക്കാലികക്കാർക്ക് സമ്പാദിക്കാൻ ഒട്ടേറെ മാർഗ്ഗങ്ങൾ ശബരിമലയിലുണ്ട്, പമ്പയിലുമുണ്ട്. പമ്പയിലെ കാര്യം പറയുകയാണെങ്കിൽ ചില ഇതര സംസ്ഥാനക്കാരായ ഭക്തർ, ഇവർക്കൊരു ചടങ്ങുണ്ട്. പമ്പയിൽ എത്തിക്കഴിഞ്ഞാൽ, അതായത് ശബരിമലയിൽ കയറി തൊഴുത് തിരിച്ച് പമ്പയിലെത്തുമ്പോൾ അവരുടെ മാലയും ഊരി അവിടെ ഇടും, മുണ്ട് പമ്പയിൽ ഒഴുക്കും. അങ്ങനെ പാടില്ല എന്ന് എത്ര പ്രാവശ്യം വിളിച്ചു പറഞ്ഞാലും ഇവരത് ചെയ്തിട്ടാണ് പോകാറുള്ളത്. അതൊരു ആചാരം പോലെയാണ് അവർ അനുഷ്ഠിക്കുന്നത്. ഇങ്ങനെ ഒഴുകുന്ന മുണ്ടുകൾ തിരഞ്ഞു പിടിച്ച് കൊണ്ടുപോകാൻ ഒരു വിഭാഗം ആളുകൾ പമ്പയിലുണ്ടാവും. ഒരു തരത്തിൽ അതൊരു ശുചീകരണ പ്രവർത്തനമാണ്. എങ്കിൽ പോലും എത്ര ലക്ഷം മുണ്ടുകളായിരിക്കും ഇവർ ഈ പമ്പയിൽ നിന്ന് സമാഹരിക്കുന്നത്? എത്ര ഡിജിറ്റലൈസ് ചെയ്താലും ഈ പറയുന്ന കാര്യങ്ങളൊന്നും കണക്കിൽപ്പെടാതെ വരുന്ന കാര്യങ്ങളാണ്. കൂടാതെ അവിടെ വരുന്ന പല ഡൊണേഷൻസും മിക്കവാറും ഇരുമുറിയിൽ കാണിപ്പൊന്ന് എന്ന് പറയുന്ന ഒരു വെറ്റയിൽ പൊതിഞ്ഞൊരു നാണയം, മലയാളികൾ കാണിപ്പൊന്ന് എന്ന് പറഞ്ഞ നാണയമാണ് കൊടുക്കുന്നത്. ഇതര സംസ്ഥാനക്കാർ സ്വർണ്ണ നാണയമായിരിക്കും കൊടുക്കുന്നത്. ഇതൊക്കെ അവിടെ വലിച്ചെറിയുന്ന രീതിയിൽ, കാരണം നേരിട്ട് കൊണ്ടിടാനുള്ള സമയമൊന്നും കിട്ടില്ല. ഈ തിരക്കിൽ ഒന്ന് തൊഴുമ്പോൾ തന്നെ ആളുകൾ തള്ളി നീക്കുന്ന, അല്ലെങ്കിൽ പോലീസ് ഉദ്യോഗസ്ഥർ പിടിച്ചു മാറ്റുന്ന, അല്ലെങ്കിൽ ദേവസ്വം സെക്യൂരിറ്റി ജീവനക്കാർ പിടിച്ചു മാറ്റുന്ന ഒരു അവസ്ഥയാണ്. അപ്പോൾ എവിടെയെങ്കിലുമൊക്കെ എറിയും. ഇങ്ങനെ ശബരിമലയിലും സന്നിധാനത്തുമൊക്കെ നിലത്ത് വീഴുന്ന നാണയത്തുട്ടുകൾ പെറുക്കിക്കൊണ്ടു പോകാൻ പോലും അവിടെ ആളുകളുണ്ട്. ഇതെല്ലാം നോക്കിയും കണ്ടും നിന്ന് എന്ത് താഴെ വീണാലും എടുത്തുകൊണ്ട് പോകാൻ കുറേ ആളുകളുണ്ട്. ഇവരെയൊക്കെ നിയന്ത്രിച്ചാലേ ഇത്തരത്തിലുള്ള ചൂഷണങ്ങൾ തടയാൻ പറ്റും. എത്ര ഡിജിറ്റലൈസ് ചെയ്താലും ഇത്തരത്തിലുള്ള ചില ധനാഗമ മാർഗങ്ങൾ ശബരിമലയിലുണ്ട്. ലക്ഷക്കണക്കിന് ആളുകൾ ദിവസവും വന്നു പോകുന്ന ഒരു സ്ഥലമാണെന്ന് ആലോചിക്കണം. അവരിൽ നിന്ന് സമാഹരിക്കുന്ന നാണയത്തുട്ടുകൾ പോലും ഒരു വലിയ നിധിയായിരിക്കും. ഇപ്പോൾ പോസ്റ്റ് ഓഫീസിൽ നിന്നും ബാങ്കിൽ നിന്നുമൊക്കെ കിട്ടിയ റിപ്പോർട്ട് അനുസരിച്ചാണെങ്കിൽ മഞ്ഞൾപ്പൊടിയും കുങ്കുമവും പുരണ്ട നോട്ടുകളാണ് ഈ താൽക്കാലികക്കാർ വീട്ടിലേക്കോ അല്ലെങ്കിൽ സുഹൃത്തുക്കളുടെ അക്കൗണ്ടിലേക്കോ അയക്കുന്നത്. ഇതെല്ലാം ഭക്തർ അവിടെ എത്തിക്കുന്ന നോട്ടുകൾ തന്നെയാണ്. ഏതെങ്കിലുമൊക്കെ കാണിക്കയിൽ ഇട്ടിട്ട് പോകും, അല്ലെങ്കിൽ വാവര് നടയിൽ ഇട്ടിട്ട് പോകും, കൊച്ചു കർത്തേടും വലിയ കർത്തേടൊക്കെ മുന്നിൽ ഇട്ടിട്ട് പോകും. ഇവർക്ക് എവിടെയാണെങ്കിലും ഭക്തി കൊണ്ട് ഈ പണം അയ്യപ്പന് കൊടുക്കുന്നു എന്നുള്ള സങ്കല്പത്തിൽ നിക്ഷേപിച്ചു പോകുന്നതാണ്. മറ്റൊരു കാര്യം ശ്രദ്ധിച്ചിട്ടുണ്ടാവും, അവിടെ ചില ആളുകൾ ഒരു പ്രത്യേക രീതിയിൽ മുണ്ട് മാടിക്കുത്തി നടക്കുന്ന ചില ആളുകളുണ്ട്. ഞാനെപ്പോഴും ശ്രദ്ധിച്ചിട്ടുണ്ട്. ഇവരുടെയൊക്കെ അരഭാഗം ഒരു അറ പോലെ വീർത്തിരിക്കും. അത് മുഴുവനും ഈ നോട്ട് കെട്ടുകളാവണമെന്നില്ല, നോട്ടുകളാണ്. നെയ്യഭിഷേകം നടത്താൻ കൈക്കൂലി മേടിക്കുന്നവരുണ്ട്, നടത്തി കൊടുക്കാൻ അരവണയും അപ്പവുമൊക്കെ വാങ്ങിക്കൊടുത്തിട്ട് അതിൽ നിന്ന് കിട്ടുന്ന പൈസ കൊണ്ടുപോകുന്നവരുണ്ട്. ഇവരുടെയൊക്കെ മുണ്ട് മാടിക്കുത്തിയത് നോക്കിയാൽ അറിയാൻ പറ്റും. ഇതെല്ലാം പൈസ സൂക്ഷിക്കാനുള്ള സ്ഥലങ്ങളാണ്. ഇങ്ങനെ പല രീതിയിൽ ശബരിമലയിൽ നിന്നും പണം സമ്പാദിക്കുന്ന ആളുകളുണ്ട്. ചിലരൊക്കെ ഉപജീവന മാർഗത്തിന് വേണ്ടി വരുന്നതായിരിക്കും കേട്ടോ. അങ്ങനെയുള്ളവരോടൊന്നും അയ്യപ്പൻ കോപിക്കാനും സാധ്യതയില്ല, ജീവിച്ചു പൊക്കോട്ടെ എന്ന് വിചാരിക്കാം. പക്ഷേ ഇതൊരു വലിയ കൊള്ള എന്ന രീതിയിൽ, ഒരു ആസൂത്രിത കൊള്ള എന്ന രീതിയിൽ നടത്തുന്നതാണ് ഇപ്പോൾ പുറത്തു വന്നുകൊണ്ടിരിക്കുന്ന വിവരങ്ങൾ. ഇത് പരസ്യമായ രഹസ്യമാണ്. ഇതിപ്പോൾ കാണുന്നതൊന്നുമല്ല, വർഷങ്ങളായി ശബരിമലയിൽ കണ്ടുകൊണ്ടിരിക്കുന്നതാണ്. അന്നദാനത്തിൻ്റെ പേരിൽ, വിരിവെക്കുന്നതിൻ്റെ പേരിൽ, വിരിവെക്കാൻ പായ് വാടകയ്ക്ക് കൊടുക്കുന്നതിൻ്റെ പേരിൽ, അങ്ങനെ ഏതെല്ലാം രീതിയിലാണ് അവിടെ വരുന്ന ഭക്തർക്ക്
ചൂഷണമുണ്ടാവുന്നത്. അപ്പോൾ ദേവസ്വം ബെഞ്ച് ശ്രദ്ധിക്കുമ്പോൾ ഇങ്ങനെയുള്ള ചെറിയ ചെറിയ കാര്യങ്ങളാണ് കൂടുതൽ ശ്രദ്ധിക്കേണ്ടതാണെന്നാണ് എൻ്റെ അഭിപ്രായം. അതൊരു ഭക്തൻ എന്ന രീതിയിലുള്ള എൻ്റെ അഭിപ്രായമാണ് കേട്ടോ. 10-25 വർഷമായിട്ട് ശബരിമലയിലെ കാര്യങ്ങൾ കണ്ടും കേട്ടും മനസ്സിലാക്കിയിട്ടുള്ള ഒരു വിവരമാണ് ഞാനിപ്പോൾ നിങ്ങളുടെ മുന്നിൽ വയ്ക്കുന്നത്. കഴിയുമെങ്കിൽ നിയമം അനുവദിക്കുന്നുണ്ടെങ്കിൽ ഈ ദേവസ്വം ബെഞ്ച് ഈ ശബരിമലയിൽ നിന്ന് അല്ലെങ്കിൽ ദേവസ്വം ബോർഡുകളിൽ നിന്ന് ഈ രാഷ്ട്രീയ നിയമനം ഒഴിവാക്കാനുള്ള ഒരു സ്ഥിരം സംവിധാനം ഏർപ്പെടുത്തണമെന്നാണ് എനിക്ക് പറയുവാനുള്ളത്. ദേവസ്വം ബെഞ്ചിന് എല്ലാ കാര്യങ്ങളും നിയന്ത്രിക്കാനും നിർദ്ദേശം കൊടുക്കാനും അധികാരമുണ്ടെങ്കിലും ബോർഡിൻ്റെ ദൈനംദിന പ്രവർത്തനങ്ങളിൽ ഇടപെടാൻ അധികാരമുണ്ടെങ്കിലും ചില കാര്യങ്ങളിൽ സർക്കാരും ദേവസ്വം ബോർഡും സാങ്കേതികത്വത്തിൽ കടിച്ചു തൂങ്ങും. സർക്കാരിൻ്റെ നയപരമായ ചില തീരുമാനങ്ങൾ എന്നെല്ലാം പറഞ്ഞ് കോടതിയെ എതിർക്കും. പക്ഷേ ഇപ്പോൾ ജാമ്യ ഹർജി പരിഗണിച്ച ഒരു സിംഗിൾ ബെഞ്ച് ചില നിരീക്ഷണങ്ങൾ നടത്തിയിട്ട് അതുപോലും സുപ്രീം കോടതി അംഗീകരിച്ചതുകൊണ്ട് ഇത്തരത്തിൽ ചില വിവേചനാധികാരങ്ങൾ ഡിവിഷൻ ബെഞ്ചിന് ഉപയോഗിക്കാൻ സാധിക്കുമെന്നാണ് എൻ്റെ പ്രതീക്ഷ. കഴിയുമെങ്കിൽ ഈ ശബരിമല സ്വർണ്ണക്കൊള്ള മുൻനിർത്തി ദേവസ്വം ബോർഡുകൾ രാഷ്ട്രീയ മുക്തമാക്കണം. ബോർഡുകൾക്ക് സ്വയംഭരണാധികാരം നൽകണം. അതിൻ്റെ മേൽനോട്ടം കൂടി ഈ തിരഞ്ഞെടുക്കപ്പെടുന്ന ഭരണാധികാരികൾ അവരെങ്ങനെ തിരഞ്ഞെടുക്കണം എന്ന മേൽനോട്ടം കൂടി ദേവസ്വം ബെഞ്ച് നടത്തണമെന്ന് ആഗ്രഹിച്ചുകൊണ്ട് സ്വാമി ശരണം. വീണ്ടും കാണുന്നവരെ വണക്കം.